കെ സുധാകരൻ KPCC അധ്യക്ഷനായി തുടരണമെന്നുള്ള കത്തോലിക്ക വൈദികന്റെ കുറിപ്പ്, ഫേസ്ബുക്ക് കുറിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഫാദർ സിറിയക് തുണ്ടിലിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം. കെ സുധാകരൻ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോൾ ഇല്ല. ആകെ ഇഷ്ടക്കേടുള്ളത് VD സതീശനും അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും ആയിരിക്കാം. പിണറായി വിജയനോട് നേർക്കുനേർ എതിരിടാൻ ചങ്കൂറ്റം കാണിച്ച ഏക കോൺഗ്രസ്സുകാരൻ KS ആണ്. കോൺഗ്രസ് പൊളിയുന്ന സമയത്ത് പാർട്ടിക്കും അണികൾക്കും ആവേശം കൊടുത്തത് കെ സുധാകരനാണ്. പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തിന് അംഗീകാരം കൊടുക്കാതിരിക്കുന്നത് VD സതീശൻ മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി എന്നാണ് VD സതീശൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. ഒരു പത്രസമ്മേളനത്തിൽ രണ്ടുപേരും കൂടെ വന്ന അവസരത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആദ്യം എന്തെങ്കിലും പറയാൻ സമ്മതിക്കാതെ മൈക്ക് പിടിച്ചു മേടിക്കാൻ വരെ VD സതീശൻ ശ്രമിച്ചതായി കണ്ടു. എല്ലാവരും അത് കണ്ടതാണ്. ലജ്ജാകരം. പ്രതിപക്ഷ നേതാവ് ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു എന്നും രാഷ്ട്രീയം നോക്കിയിരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പച്ചയ്ക്ക് പറഞ്ഞതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ അടുത്ത ആളാണെന്ന്. അപ്പോൾ എങ്ങനെ പ്രതിപക്ഷ ദൗത്യം നിർവഹിക്കാൻ സാധിക്കും? ഇക്കഴിഞ്ഞ നാളുകളിൽ ഇവിടെ പ്രതിപക്ഷം ഇല്ലല്ലോ. കാരണം എന്താണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് നന്നായി അറിയാം. LDFിൻ്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ നിന്നും പാർലമെൻറ്റിലേക്ക് ജയിച്ചു കയറിയത് മാത്രം മതി കെ സുധാകരൻ്റെ പോരാട്ട വീര്യം കാണിക്കാൻ, ജനപ്രീതി തെളിയിക്കാൻ. ഉൾപോര് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ശത്രുവാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് എത്ര പറഞ്ഞു പരത്തിയാലും ഗ്രൂപ്പ് കളിയാണ് അതെന്ന് കാണുന്ന എല്ലാവർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് തന്നെയാണ് അനുകൂല സാഹചര്യത്തിൽ പോലും അവർക്ക് ജയിച്ചു കയറാൻ സാധിക്കാതെ പോയിട്ടുള്ളത്. എന്നാലും കോൺഗ്രസ്സുകാർ പഠിക്കില്ല. ഇപ്പോഴും CPMനോട് എന്നതിനേക്കാൾ ശത്രുത മറ്റേ ഗ്രൂപ്പിനോടാണ്. ഗ്രൂപ്പ് നേതാക്കന്മാരെ ചാരി നിന്നാണ് അണികളും കാര്യങ്ങൾ നടത്തുന്നത്. അവസാന കയ്യെന്നോണം പ്രസിഡന്റിനെ മാറ്റാനുള്ള അടവായി കത്തോലിക്ക സഭാ പ്രസിഡന്റിനെ സംബന്ധിച്ച അഭിപ്രായം അറിയിച്ചു എന്നുവരെ പറഞ്ഞു പരത്തി. ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു മെത്രാൻ പോലും അഭിപ്രായം പറയില്ല എന്ന് എനിക്കറിയാം. കേരളത്തിലെ അവരുടെ മുഖ്യ ശത്രു ആരാണ് എന്ന് 2026 അടുത്തിട്ടും കോൺഗ്രസ്സുകാർക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിൽ അവരുടെ ഒന്നാം ശത്രു CPM ആണ്. അത് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ BJP. 2026 ഇലക്ഷന് സ്ട്രാറ്റജിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് അവർ പരിഗണിക്കും എന്ന് കരുതുന്നു. BJPയെക്കുറിച്ച് വാതോരാതെ എതിർത്ത് സംസാരിക്കാൻ ഇപ്പോഴത്തെ ഭരണകക്ഷി വേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മുഖ്യ ശത്രുവിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയാണ് ആ തന്ത്രം. അവരുടെ അടുത്ത ശത്രു അവരുടെ എല്ലാ തലങ്ങളിലും നീരാളിപ്പിടുത്തം നടത്തിയിട്ടുള്ള ചീഞ്ഞ ഗ്രൂപ്പ് പ്രവർത്തനമാണ്. എല്ലാ ആഴ്ചയിലും എതിർ ഗ്രൂപ്പിനെ കുറിച്ച് മോശം അഭിപ്രായം അറിയിച്ച് ഇമെയിൽ ഹൈക്കമാൻഡിന് അയക്കുക എന്നതാണ് കോൺഗ്രസ്സുകാരുടെ ആകെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം. ശേഷിക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിലും പ്രതിപക്ഷം ജയിച്ചാലും സാരമില്ല, നമ്മുടെ എതിർ ഗ്രൂപ്പ് ജയിക്കരുത് എന്ന് ഇവർക്ക് നിർബന്ധവുമുണ്ട്. തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്ന രാജ്യത്തിന് എങ്ങനെ ശത്രുവിനെ കീഴടക്കാനാകുമെന്ന് ക്രിസ്തു തന്നെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിൻ്റെ ശത്രു അവരുടെ ഉള്ളിൽ തന്നെയാണ്.